വുളു ശരിയാകണമെങ്കിൽ അതിന് ചില ഷർത്തുകളുണ്ട്. ഷർത്ത് എന്ന് പറഞ്ഞാൽ നിബന്ധനകൾ. വുളു ശരിയാണെങ്കിൽ ചില ഷർത്തുകളുണ്ട്, നിബന്ധനകൾ. ഷുറൂത്തുൽ വുളു എന്ന് പറയും. അപ്പം നിബന്ധന ശരിയായിട്ടില്ല എങ്കിൽ വുളു ബാത്തിലാണ്. നമ്മൾ ഷർത്ത് ഉപേക്ഷിച്ചാൽ ആ കർമ്മം ബാത്തിലാണ്. അപ്പോൾ ഏതൊക്കെയാണ് വുളുവിൻ്റെ ഷർത്തുകൾ? ഒന്ന്, ഇസ്ലാം, മുസ്ലിം ആയിരിക്കണം വുളു എടുക്കുന്ന ആൾ. അള്ളാഹു പറയില്ല, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാമാണ് നിനക്കൽ സ്വീകാര്യമായ മതം. അപ്പം യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു, അത് സ്വീകരിക്കൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ മുസ്ലിം ആയിരിക്കണം വുളു എടുക്കുന്നത്. രണ്ടാമത്തെ അൽ അഖ്ൽ, വുളു എടുക്കുന്ന ആൾക്ക് എന്ത് വേണം? ബുദ്ധി ഉണ്ടായിരിക്കണം. അവർ ഭ്രാന്തൻ വുളു എടുത്താൽ വുളു ശരിയാവുമോ? ശരിയാവില്ല. അബൂദാവൂദ് ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറയാണ്, റുഫിഅൽ ഖലമു അൻ സലാസത്തിൻ, മൂന്നാളുകളിൽ നിന്ന് പേന ഉയർന്നിരിക്കുന്നു. അഥവാ മൂന്നാൾക്കാർ ഒരു അള്ളാഹു കൽപ്പിച്ചൊരു കാര്യം ചെയ്തിട്ടില്ലെങ്കിലും ഓൽക്ക് തിന്മയായിട്ട് രേഖപ്പെടുത്തുകയില്ല. അതിലൊന്ന് അനിന്നാഇമി ഹത്താ യസ്തൈഖിള, ഉറങ്ങുന്നവൻ എഴുന്നേൽക്കുന്നത് വരെ. രണ്ട്, അനി സ്വബിയ്യ ഹത്താ യഹ്തലിമ, ചെറിയ കുട്ടി പ്രായപൂർത്തിയാകുന്നവരെ. മൂന്ന്, അനിൽ മജ്നൂനി ഹത്താ യഖില, ഭ്രാന്തൻ അവന് ബുദ്ധിയാകുന്നത് വരെ. അപ്പോൾ ഒരാൾക്ക് ബുദ്ധിയില്ല എങ്കിൽ, അഖിൽ നഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ അവന് വുളു എടുക്കേണ്ട ആവശ്യമില്ല, അവന് ഷർത്തല്ല. മൂന്നാമത്തെ അത്തമീസ്. തമീസ് എന്ന് പറഞ്ഞാൽ വകതിരിവാവുക. ഇതൊക്കെ നിങ്ങളെ ഇതിന് മലയാളത്തിൽ ഞാൻ എന്തിയിട്ടുണ്ട്, ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ മലയാളം. വകതിരിവ് പറഞ്ഞാൽ പ്രായപൂർത്തിയല്ല. പ്രായപൂർത്തി ഏകദേശം 15 വയസ്സാണ് വയസ്സിൻ്റെ കണക്കിൽ പറയാം. എന്നാൽ വകതിരിവ് പറഞ്ഞാൽ എന്താ? കുട്ടിക്ക് ഇങ്ങനെ വേർതിരിച്ചറിയാം, ഇത് നന്മയാണ്, ഇത് തിന്മയാണ്, ഇതൊരു പേനയാണ്, ഇത് വായിലിടാൻ പറ്റിയതല്ല, ഇത് ഒരു പൈസയാണ്, ഇത് കീറാൻ പറ്റിയതല്ല. ഇത് കുട്ടിക്ക് ഇങ്ങനെ വേർതിരിച്ച് നന്മയും തിന്മയും മനസ്സിലായി തുടങ്ങുന്ന പ്രായമാണ് വകതിരിവ്. അത് ഏകദേശം 7 വയസ്സിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറു ഔലാദക്കും ബിസ്സലാത്ത് വഹും അബ്നാഉ സബ്ഇ സിനീൻ, നിങ്ങളെ കുട്ടികൾക്ക് 7 വയസ്സായാൽ അവരോട് നിങ്ങൾ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അപ്പോൾ വകതിരിവാവുന്ന പ്രായം ഏകദേശം 7ആണ്. അപ്പോൾ 7 വയസ്സായ ഒരു കുട്ടി, അവനാണ് വുളു എന്താവുക? ഷർത്ത്. അപ്പോൾ 7 വയസ്സാവാത്തൊരു കുട്ടി, അല്ലെങ്കിൽ വകതിരിവാവാത്തൊരു കുട്ടി, ചിലർക്ക് 6 വയസ്സിലാവും, ചിലർക്ക് 8 വയസ്സിലാവും. ഒരു കുട്ടി വകതിരിവായിട്ടില്ല, വുളു എടുത്തു, ഓൻ്റെ വുളു സ്വീകരിക്കുമോ? ചെറിയ ഒരു കുട്ടി 2 വയസ്സായാലും 4 വയസ്സായ ഒരു കുട്ടി വുളു എടുത്തു, ഓൻ്റെ വുളു സ്വീകരിക്കുമോ? സ്വീകരിക്കും, വുളു സ്വീകരിക്കും. പക്ഷെ അവനക്ക് എന്തല്ല? ഷർത്തല്ല. എന്നാൽ മജ്നൂനായ അക്കലില്ലാത്തൊരാൾ വുളു എടുത്തു, ഓൻ്റെ വുളു സ്വീകരിക്കുമോ? അത് സ്വീകരിക്കുകയില്ല. ഓൻ്റെ വുളു കാരണം അവനക്ക് എന്തില്ല? നീയത്തില്ല, ഓൻ നീയത്ത് ഉണ്ടാവുകയില്ല. നാലാമത്തെ അന്നീയത്ത്. എന്താണ് വുളു എടുക്കുമ്പോൾ? നീയത്ത് എങ്ങനെ? നാവുകൊണ്ടല്ലേ? ആണോ? മനസ്സുകൊണ്ടാണ് നീയത്ത് അല്ലേ? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എല്ലാ കർമ്മങ്ങളും നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പറഞ്ഞ്, അത്തലഫ്ഫുളു ബിന്നിയ്യ ബിദ്അത്തുൻ, നാവുകൊണ്ട് നീയത്ത് ചൊല്ലിപ്പറയൽ ബിദ്അത്താണ്. അപ്പോൾ ഉസല്ലി ഫർള സ്വലാത്തി 4 റക്അത്ത് മുതവജ്ജിഹൻ ലിഖിബ്ലത്തി ലില്ലാഹി തആല നവൈതു സൗമ ഗദൻ അദായ ഫർള റമളാൻ എന്നൊക്കെ പറയുന്നത് ബിദ്അത്താണ് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. നാവ് കൊണ്ടല്ല, മനസ്സുകൊണ്ടാണ് നീയത്ത്. ശരി. അഞ്ചാമത് തുഹൂരിയത്തുൽ മാ. ഇത് നമ്മൾ വിശദീകരിക്കേണ്ട, നേരത്തെ പറഞ്ഞു. വെള്ളം എന്തായിരിക്കണം? തുഹൂറായിരിക്കണം. തുഹൂറായ വെള്ളം കൊണ്ട് വുളു എടുക്കാൻ പറ്റുള്ളൂ. ആറാമത്തെ ഇസാലത്തു മാ യംനഉ ഉസൂലൽ മാഇ ഇലാ അഅ്ളാഇൽ വുളു. വുളുവിൻ്റെ അവയവങ്ങളിലേക്ക് വെള്ളം ചേരുന്നതിനെ തടയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം. അപ്പോൾ നമ്മളെ കയ്യുമ്മ കുറച്ച് എന്തുണ്ട്? മെഴുക് ഇങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് പെയിൻ്റായിട്ട് ഇങ്ങനെ അത് കട്ട പിടിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ വുളു എടുത്താൽ വുളു ശരിയാവില്ല. എന്ത് ചെയ്യണം? അത് നീക്കം ചെയ്തിട്ട് വേണം അവന് വുളു എടുക്കാൻ. അപ്പോൾ ഒരു മസാല, ഒരാൾ എന്ത് ചെയ്തു? നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞു, വുളുവൊക്കെ എടുത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്, കാലും അങ്ങനെ നോക്കുമ്പോഴാണ് കാലും എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ചിങ്ങനെ ഒരു മെഴുകിൻ്റെ കട്ട അങ്ങനെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ എന്തെങ്കിലും വെള്ളം ചേരുന്നത് തടയുന്ന വസ്തുക്കളുണ്ട്. ഇപ്പോൾ നമ്മൾ പേനയുടെ ഒരു വര, പെൻസിലിൻ്റെ ഒരു വര, ഇതൊന്നും എന്തല്ല പ്രശ്നമല്ല, ഇതൊന്നും വെള്ളം ചേരുന്നതിനെ തടയൂല. ഇതല്ലെങ്കിൽ പൊടിഞ്ഞ് പോണ മെഴുകിൻ്റെ പോലത്തെ കാര്യങ്ങളുണ്ടല്ലോ, അതാണ് വെള്ളം തടയുക. അപ്പോൾ അതിങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കണ്ടത്. അപ്പോൾ എന്ത് കാട്ടണം? മടക്കി നിസ്കരിക്കണം. ഒരു വിഭാഗം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പോലത്തെ പണ്ഡിതന്മാർ പറഞ്ഞു, വഖ്ത് തീർന്നിട്ടില്ലെങ്കിൽ മടക്കി നിസ്കരിക്കണം. വഖ്ത് തീർന്നതിൻ്റെ മുമ്പ് കണ്ടാൽ മടക്കി നിസ്കരിക്കണം. എന്നിട്ട് വഖ്തൊക്കെ തീർന്നിട്ടോനെ സുബ്ഹ് നിസ്കരിച്ചു, ഓൻ പിന്നെ എപ്പോഴാണ് കാണുന്നത്? ഓൻ പിന്നെ ളുഹ്ർ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാൻ പോകുമ്പോഴാണ് കണ്ടത്. അങ്ങനെയാണെങ്കിൽ വഖ്ത് കഴിഞ്ഞാൽ
മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം. അല്ലാഹു അലം. അതിൻ്റെ മുമ്പേ കണ്ടുവച്ചാൽ മടക്കി എന്ത് ചെയ്യണം? ഒന്ന് നമസ്കരിക്കണം. അവസാനത്തെ ദുഖൂലുൽ വഖ്തി അലാമൻ ബിഹി ഹദസുൻ ദായിമുൻ. സ്ഥിരമായിട്ട് അശുദ്ധിയുള്ള ആളാണെങ്കിൽ സമയമാവണം. എന്ത് സ്ഥിരമായിട്ട് അശുദ്ധി എന്ന് പറഞ്ഞാൽ? ഒരാൾക്ക് സ്ഥിരമായിട്ടൊരാൾക്ക് അശുദ്ധി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അവന് സമയമാവണം, നിസ്കാരത്തിൻ്റെ സമയമാവണം. സമയമാണതിൻ്റെ മുമ്പ് ഒതു കൊടുക്കാൻ പാടില്ല. ഇതെന്താ പറഞ്ഞത്? സ്ഥിരമായിട്ട് അശുദ്ധിയുള്ള ആളാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം? സമയം ആകണം. അപ്പോൾ ഒരാൾ ഒതു കൊടുത്താലും കീഴ്വായു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചില സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്യും? അവരുടെ ഗുഹ്യാവയവത്തിലൂടെ മുൻഭാഗത്തിലൂടെ അവർക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യണം? അവർക്ക് അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ അവർക്ക് സമയമാകണം. സമയമാവണതിൻ്റെ മുമ്പ് വുളു കൊടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? കാത്തിരിക്കാൻ പാടില്ല. സമയമായി കഴിഞ്ഞാൽ വുളു കൊടുക്കുക, അവർ നമസ്കാരം നിർവഹിക്കുക. അപ്പോൾ അതാണ് വുളുവിൻ്റെ ഷർത്തുകൾ. ഈ ഷർത്ത് നമ്മൾ പറഞ്ഞു, ഷർത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ വുളു എന്താവും? ബാത്തിലാവും, വുളു നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അർക്കാനുൽ വുളു, വുളുവിൻ്റെ റുക്കിനുകൾ എന്താണ്? റുക്കിനും നഷ്ടപ്പെട്ടാൽ വുളു ബാത്തിലാവും. അപ്പോൾ എന്താണ് റുക്കിനും ഷർത്തും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ നിസ്കാരം പഠിക്കുമ്പോൾ ഇത് പറയും. റുക്കിനും ഷർത്തും തമ്മിലുള്ള വ്യത്യാസം, ഷർത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്തിൻ്റെ പുറത്തേക്കരം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വുളു എടുക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. റുക്കിന് എന്ന് പറഞ്ഞാൽ ഇബാദത്തിൻ്റെ ഉള്ളിലേക്കരം. അപ്പോൾ ഇബാദത്ത് തുടങ്ങി അവസാനിക്കുന്നതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളേക്കരം റുക്കിനുകൾ എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തെ റുക്കിന് എന്താണ്? വുളുവിൻ്റെ ഗുസ്ലുൽ വജ്ഹി, മുഖം കഴുകുക എന്നുള്ളതാണ്. മുഖം കഴുകലിൽ പെട്ടതാണ് വൽഫമു വൽ അൻഫു മിൻഹു. നിങ്ങളെ ആ നോട്ടിലുണ്ട്. അതിൽ പെട്ടതാണ് വായ് കഴുകലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരെങ്കിലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിനെ ഒരു നിസ്സാരമായിട്ട് കാണുന്ന ഒരു പ്രവണത കാണാം. എന്നാൽ അവൻ്റെ വുളു ശരിയാവില്ല. ലജ്നത്തു ദായിമ, സൗദി അറേബ്യയിലെ പണ്ഡിത സഭ നൽകിയ ഒരു ഫത്വ, അവരോട് ചോദിച്ചൊരു ഫത്വയിൽ അവർ പറയാണ്, ഞാൻ അതിൻ്റെ അർത്ഥം മാത്രം വായിക്കാം, ഞാൻ വായിച്ച സമയം പോകും. മൽമത്തും ഇസ്തിൻഷാഖും വുളുഇൽ സ്ഥിരപ്പെട്ടതാണ് മിൻ ഫിഅലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഖൗലിഹി, നബിയുടെ പ്രവർത്തനത്താലും നബിയുടെ കൗലിനാലും നബിയുടെ വാക്കാലും പ്രവർത്തനത്താലും വായ കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും വുളുയിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് എന്നിട്ട് പറയാണ്. വഹുമാ ദാഖിലാനി ഫി ഗുസ്ലിൽ വജ്ഹി, അത് മുഖം കഴുകലിൽ ഉൾപ്പെടുന്നതാണ് എന്നിട്ട് പറയാണ്. ഫലാ യസ്ഹു വുളു അമൻ തറക്കഹുമാ, അത് രണ്ടും ഉപേക്ഷിക്കുന്നവൻ്റെ വുളു ശരിയാവുകയില്ല. ഔ തറക്ക വാഹിദം മിൻഹുമാ, അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കുന്നവൻ്റെ വുളുവും ശരിയാവുകയില്ല. അപ്പോൾ വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും മുഖം കഴുകലിൽ പെട്ടതാണ്. അപ്പോൾ ഈ രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഗൗരവത്തിൽ ചെയ്യണം. പിന്നെ മുഖം കഴുകണം എന്ന് പറഞ്ഞു. മുഖത്തിൻ്റെ പരിധി എത്രയാണ്? മുഖത്തിൻ്റെ പരിധി ചില ആൾക്കാരെന്ത് ചെയ്യും? വെള്ളം എടുത്തിട്ട് ഇങ്ങനെ 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 ആക്കിയിടൊന്നാണ് തുടച്ച് പോകും. വുളു ശരിയാവോ? മുഖത്തിൻ്റെ പരിധി നമ്മളെ ഈ നെറ്റി അവസാനിക്കണ ഭാഗം ഉണ്ടല്ലോ, മുടി തുടങ്ങണ ഭാഗം, ഇത് മുതൽ നീളത്തിൽ താടിയെല്ല് വരെയാണ്. അതുപോലെ വീതിയിൽ ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, കുറച്ച് കയറിയിട്ട് കഷണ്ടിയാണല്ലോ, അപ്പോൾ ഞാൻ എന്താ കാട്ടുക? ചില ആൾക്കാർക്ക് മുടി ഇറങ്ങിയിട്ടേക്കരം. അപ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട ഒരു സാധാരണ മനുഷ്യന് എവിടെ നിന്നാണോ മുടി ആരംഭിക്കുക, നെറ്റി അവസാനിക്കുക, അത് മുതലാണ് പരിഗണിക്കേണ്ടത്. ഇതിൻ്റെ ഇടയിലുള്ള മുഴുവൻ ഭാഗവും നനഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അവൻ്റെ വുളു ബാത്തിലാണ്. അപ്പോൾ ഗുസ്ലുൽ വജ്ഹ്. രണ്ടാമത്തെ റുക്കിന് എന്താണ്? ഗുസ്ലുൽ യദൈനി ഇലൽ മിർഫഖൈനി, മിർഫഖ് വരെ അഥവാ കൈമുട്ട് വരെ കൈകൾ കഴുകൽ. അപ്പോൾ മുട്ട് വരെ കഴുകണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ കഴുകുമ്പോൾ ഇങ്ങനെ ഇവിടെ ആക്കും, ഇവിടെ എന്ത് ചെയ്യും? വെള്ളം നനഞ്ഞിട്ടില്ല എങ്കിൽ വുളു ബാത്തിലാവും. മുട്ടുൾപ്പെടെ എന്ത് ചെയ്യണം? കഴുകണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തത് ഗുസ്ലുൽ റിജ്ലൈനി ഇലൽ കഅബൈൻ, ഞെരിയാണി വരെ കാല് കഴുകണം. അപ്പോൾ കാലിൻ്റെ മുൻഭാഗം നമ്മൾ കഴുകും, മടമ്പ് എന്ത് ചെയ്യും? ഉപേക്ഷിക്കും. ഒരു ചെറിയ ഭാഗം നനഞ്ഞിട്ടില്ലെങ്കിലും അവൻ്റെ വുളു ബാത്തില. റസൂൽ എന്താ പറഞ്ഞു? വൈലുലിൽ അഖാബ്, അല്ലേ? മടമ്പും കാലുകൾക്ക് നാശം, അവൻ നരകത്തിലാന്നാണ് പറഞ്ഞത്. കാരണം വുളു എടുത്തപ്പോൾ അവൻ നനഞ്ഞിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കണ്ടു, അയാളുടെ കാലിൽ ലുംഅത്തു ഖദ്റ ദിർഹം, ഒരു ദിർഹമിൻ്റെ അത്ര ഭാഗം ലം യുസ്ബിഹുൽ മാ, വെള്ളമായിട്ടില്ല. റസൂലുള്ളാഹി അയാളോട് പറഞ്ഞത്, പോയി വുളു എടുത്ത് ശരിയായിട്ട് വാ, നമസ്കാരവും മടക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ ഭാഗമാണ് നഷ്ടപ്പെട്ടത് എങ്കിലും വുളു എന്താവും? ബാത്തിലാവും. ഇതൊക്കെയാണ് റുക്നുകൾ. ഇപ്പോൾ എത്ര പറഞ്ഞു? 3 പറഞ്ഞല്ലേ. ഇനി 4-മത്തത് അത്തർത്തീബു ബൈന അഅ്ളാഇൽ വുളു,
വുളൂയിൻ്റെ അവയവങ്ങൾക്കിടയിൽ തർത്തീബ് പാലിക്കുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? മുഖം കഴുകണം, പിന്നെ കൈ കഴുകണം, പിന്നെ തല തടവണം. ഇങ്ങനെ തർത്തീബ് ക്രമപ്രകാരം ചെയ്യണം. ക്രമം നഷ്ടപ്പെട്ടാൽ വുളൂ ബാത്തിലാവും. അവസാനത്തത് അൽ മുവാലാത്തു ബൈനഹ, മുവാലാത്ത് ഉണ്ടാവണം, അഥവാ തുടർച്ച ഉണ്ടാവണം. തുടർച്ച നഷ്ടപ്പെടാൻ പാടില്ല. അഥവാ ഒരവയവം കഴുകി പെട്ടെന്ന് തന്നെ അടുത്ത അവയവം കഴുകുക, പെട്ടെന്ന് തന്നെ അടുത്ത അവയവം കഴുകുക. ഈ തുടർച്ച നഷ്ടപ്പെട്ടാൽ വുളൂ ബാത്തിലാണ്. അപ്പോൾ ഈ തുടർച്ചയ്ക്കൊരു പരിധി ഉണ്ടാവില്ലേ? ഒരവയവം കഴുകി എത്ര സമയത്തിനുള്ളിൽ അടുത്ത അവയവം കഴുകണം? എത്രയാണ് അതിൻ്റെ പരിധി? ഒരവയവം കഴുകി അടുത്ത അവയവം കഴുകുന്നതിൻ്റെ മുമ്പായി കഴുകിയ അവയവത്തിലെ വെള്ളം ഉണങ്ങാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ മുഖം കഴുകി, അപ്പോഴൊരു ഫോൺ ഇങ്ങനെ വിളിച്ച് അങ്ങനെ പോയി, പിന്നെ വന്ന് കൈ കഴുകുമ്പോഴേക്കും ഇതൊക്കെ ആകെ ഉണങ്ങിക്കണമെങ്കിൽ ആദ്യം മുതൽ വുളൂ തുടങ്ങണം. അപ്പോൾ ഒരവയവത്തിലെ വെള്ളം പോകാൻ പാടില്ല, ഉണങ്ങാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കണ്ടു. അയാളെങ്ങനെയാണ്? അന്നറജുലൻ തവല്ല, അയാൾ ഒതു കൊടുത്തപ്പോൾ ഫതറക മൗലി അൽഫുരിൻ, അയാൾ ഒരു നഖത്തിൻ്റെ അത്ര ഭാഗം എന്ത് ചെയ്തു? അയാളുടെ കദമിൽ, അയാളുടെ കാൽപാദത്തിൽ ആ മടമ്പിൻ്റെ അവിടെ വെള്ളം തട്ടാതെ ഒഴിവാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ പറഞ്ഞു, ഇർജ് ഫഹ്സിൻ വുളൂഅക, പോയിട്ട് വുളൂ നന്നാക്കി എടുത്തു വരാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ മറ്റൊരു ഹദീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അബൂദാവൂദ് ധരിക്കുന്ന ഹദീസിൽ ഒരു ദിർഹമിൻ്റെ അത്ര വെള്ളം നനയാത്തപ്പോൾ അയാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അമറഹു അയ്യു ഈദൽ വുളൂ അവസ്വലാത്ത, നമസ്കാരവും വുളൂവും തിരിച്ചു മടക്കാൻ പറഞ്ഞു. അപ്പോൾ എത്ര ഗൗരവമുണ്ട്! അപ്പോൾ ആ മുവാലത്തെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ അവയവങ്ങളിലെല്ലാം വെള്ളം എത്തിയിട്ടുണ്ട് എന്നും ശ്രദ്ധിക്കണം. അടുത്ത് സുനനുൽ വുളൂ, വുളൂയിൻ്റെ സുന്നത്തുകൾ. ഇത് സുന്നത്തുകളാണ്, ഷർത്തും റുക്കുനും. ഇത് നഷ്ടപ്പെട്ടാൽ വുളൂ ബാത്തിലാണ്. സുന്നത്ത് നഷ്ടപ്പെട്ടാലോ വുളൂ ബാത്തിലല്ല, പക്ഷേ പ്രതിഫലം കുറയും. എല്ലാ സുന്നത്ത് നഷ്ടപ്പെടുത്തിയ അവസാനം ഉള്ളി വലിച്ച പോലെ ഉണ്ടാവും, പ്രതിഫലമായിട്ട് കുറഞ്ഞ അങ്ങനെ പോകും. അപ്പോൾ സുന്നത്തുകൾ എടുക്കുമ്പോഴാണ് പ്രതിഫലം കൂടി നമുക്ക് അതിൽ കരസ്ഥമാക്കാൻ പറ്റുക. അസിവാക്കൊന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്യലാണ്? പല്ല് തേക്കലാണ്. റസൂൽ പറയില്ല, ലൗല അന്നഷുക്ക അല ഉമ്മത്തി ല അമർത്തുഹും ബിസിവാക്കി മഅകുല്ലി വുളൂഇൻ, മറ്റൊരു ഹദീസിൽ മഅകുല്ലി സ്വലാത്തിൻ. അപ്പോൾ വുളൂഇൻ്റെ സമയത്ത് എന്ത് ചെയ്യുക? മിസ്വാക്ക് ഒന്ന് ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒന്ന് മിസ്വാക്ക് ചെയ്യാന്നുള്ളത് വുളൂഇൻ്റെ സുന്നത്തിൽപ്പെട്ടതാകുന്നു. മറ്റൊന്ന് ഹുസ്ലുൽ കഫൈനി സലാസൻ ഫി അവ്വലി വുളൂ, വുളൂഇൻ്റെ ആദ്യത്തിൽ 3 തവണ കൈ കഴുകുക. അപ്പോൾ ഇതാണ് നമ്മൾ വായ കുപ്പളതിന് മുമ്പ് 3 പ്രാവശ്യം കൈ കഴുകൂലേ, അത് സുന്നത്തായ കാര്യമാകുന്നു. മൂന്നാമത്തെ തഖ്ലീലുൽ ലഹിയത്തിൽ കസീഫ ബിൽമായി, വെള്ളം കൊണ്ട് എന്ത് ചെയ്യുക? നല്ല കട്ടിയുള്ള താടിയാണെങ്കിൽ തഖ്ലീൽ നടത്തുക. തഖ്ലീൽ പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈയിട്ട് കഴുകൂലേ, ഇതിനാണ് തഖ്ലീൽ അറിയുക. അപ്പോൾ തഖ്ലീൽ 2 രൂപത്തിൽ. ഒന്ന് കട്ടി കുറഞ്ഞ താടിയാണ്, നമ്മളെ ഉള്ളിലത്തെ തൊലിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ തഖ്ലീൽ നിർബന്ധമാണ്, വുളൂ ശരിയാവില്ല. അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള താടിയാണ് എങ്കിൽ തഖ്ലീൽ നിർബന്ധമല്ല, പക്ഷേ സുന്നത്താണ്. അതേപോലെ തന്നെ നമ്മളെ അസ്വാബിൽ യദൈൻ വരിജിലൈൻ, കൈകാലുകളുടെ വിരലുകൾ, ഇതിൻ്റെ ഇടയിലും എന്ത് ചെയ്യുക? ഇങ്ങനെ തഖ്ലീൽ നടത്തുക. ഇതും വുളൂഇൻ്റെ സുന്നത്തിൽ പെട്ടതാകുന്നു. നാലാമത്തെ തയാമുൻ, വലത്തെ ഭാഗം കൊണ്ട് ആരംഭിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുജിബുഹു തയമ്മുൻ, റസൂൽ വലത്തിനെ മുന്തിക്കാൻ എന്തിരുന്നു? ഇഷ്ടപ്പെട്ടിരുന്നു. എല്ലാത്തിലും ഫി തനഉലിഹി വ തറജുലിഹി വ തുഹൂരിഹി വ ഫി ശഅരിഹി കുല്ലിഹി, ചെരുപ്പ് ധരിക്കുന്നതിലും മുടി ചെയ്യുന്നതിലും ശുദ്ധിയാക്കുന്ന എല്ലാ വിഷയത്തിലും റസൂൽ വലത്തിനെ മുന്തിച്ചിരുന്നു. അപ്പോൾ ഒരാൾ ഇടതുകൊണ്ട് തുടങ്ങിയാലോ, വുളൂ എടുക്കുമ്പോൾ ആദ്യം ഇടത്തെ കൈ കഴുകി പിന്നെ വലത്തെ കൈ കഴുകി, വുളൂവിനെ ബാധിക്കുമോ? സിഹത്തിനെ ബാധിക്കില്ല, കാരണം സുന്നത്താണ്. പക്ഷേ അതാണ് പൂർണ്ണതയ്ക്ക് ഉത്തമം. അഞ്ചാമത്തത് അസിയാദത്തു അലൽ ഗുസ്ലത്തിൽ വാഹിദ, ഒരു കഴുകലിൽ അധികം കഴുകൽ. അപ്പോൾ നമ്മൾ മുഖം കഴുകുമ്പോൾ 3 പ്രാവശ്യം കഴുകണ്ടേ? ഒരാൾ 1 പ്രാവശ്യം കഴുകി നിർത്തി, എന്നിട്ട് കൈ കഴുകി 1 പ്രാവശ്യം, തല തടവി, തല പിന്നെ 1 പ്രാവശ്യമാണ് ചെവിയും, കാല് കഴുകി 1 പ്രാവശ്യം, വുളൂ ശരിയാവുമോ? ശരിയാവും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറത്തൻ ഒറ്റ തവണയായിട്ട് വുളൂ എടുത്തു. മറ്റൊരു ഹദീസിൽ മറത്തേനി 2 തവണയായിട്ട് വുളൂ എടുത്തു. മറ്റൊരു ഹദീസിൽ റസൂൽ 3 തവണ കഴുകി. അപ്പോൾ 1 തവണയായിട്ടും 2 തവണയായിട്ടും 3 തവണയായിട്ടൊക്കെ എന്ത് ചെയ്യാം? നമ്മൾക്ക് കഴുകാവുന്നതാണ്. ഇതൊക്കെയാണ് വുളൂവിൻ്റെ സുന്നത്തുകൾ. ഇപ്പോൾ വുളൂവിൻ്റെ തലതടവൽ ഒറ്റ പ്രാവശ്യം തന്നെ. തലതടവൽ അതെ ഫർളാണ്. നമ്മൾ അർക്കാനിൽ പറഞ്ഞില്ലേ, അതിൽ പറഞ്ഞിട്ടില്ല. തലതടവൽ എന്താണ്? റുക്കിനാണ്. വംസഹു ബി റുഊസിക്കും. അഫ്വൻ, അതിൽ വിട്ടുപോയതാണ്. അല്ല, തല തടവൽ ഒറ്റ പ്രാവശ്യമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തല തടവൽ എത്ര പ്രാവശ്യമാണ്? ഒറ്റ പ്രാവശ്യമായിരുന്നു. തല തടവലും ചെവി തടവലും ഒറ്റ പ്രാവശ്യം. ഇസ്ലാമിൽ ഇബാദത്തുകൾ കായിദയിൽ
തടവേണ്ടതെല്ലാം ഒറ്റ പ്രാവശ്യമാണ്. ഹുഫമ്മ തടവണം. എത്ര പ്രാവശ്യ? മിക്ക ആളുകളും 3 പ്രാവശ്യം ചെയ്യും. പക്ഷേ ഒറ്റ പ്രാവശ്യമാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ തല തടവേണ്ടത്. തടവേണ്ടതെല്ലാം 1 പ്രാവശ്യമാണ്. ഒരാൾ ബാൻഡേജ് ഇട്ടുകൊണു, അതിൻ്റെ മുകളിൽ കൂടെ തടവണം. എത്ര പ്രാവശ്യ? 1 പ്രാവശ്യം. ഒരാൾ ഹുഫ ധരിച്ചുകൊണു, അതിൻ്റെ മുകളിൽ കൂടെ തടവണം. എത്ര പ്രാവശ്യ? 1 പ്രാവശ്യം. തടവേണ്ടതെല്ലാം 1 പ്രാവശ്യമാണ്. കഴുകേണ്ടതെല്ലാം 3 പ്രാവശ്യം. അപ്പോൾ തല തടവുമ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വ്യക്തമായിട്ട് വന്ന റസൂൽ ഒരു തവണയാണ് എന്ത് ചെയ്തത്? തല തടവിയത് എന്നാണ് വന്നിട്ടുള്ളത്. 3 തവണ തടവുക എന്നുള്ളത് വന്നിട്ടില്ല. അതുപോലെ തന്നെ തല തടവുമ്പോൾ എങ്ങനെ? ഇല്ല, തല പൂർണ്ണമായി വംസഹു ബിറുഊസിക്കും, നിങ്ങളുടെ തല നിങ്ങൾ തടവുക, തലകൾ തടവുക. അപ്പോൾ തല പൂർണ്ണമായിട്ടാണ്. ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്ത് ചെയ്യും? ഈ തള്ളവരൽ ഈ ചെവിക്കുച്ചിൽ അവിടെ വെക്കും. എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? ഈ നെറ്റിയുടെ മുകൾ ഭാഗം മുതൽ തുടങ്ങിയിട്ട് ഇലാ ഖഫാഹു, നബിയുടെ പെരടി വരെ കൊണ്ടുപോകും. പിന്നെ എവിടെ തിരിച്ച് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും? എവിടെ നിന്നാണോ തുടങ്ങിയത് അത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ തിരിച്ചു വരും. അപ്പം ഇങ്ങനെ ഫുള്ള് തന്നെയാണ്. അവരാളിങ്ങനെ തടവുമ്പോൾ ഇടയിൽ 2-3 മുടിയൊക്കെ വിട്ടുപോയി. അയാളെ തല തടവൽ ശരിയാകുമോ? ശരിയാവും. 2-3 വിട്ട് വേണ്ടെന്നില്ല, കുഴപ്പമില്ല. പക്ഷേ ഒരാൾ ഇങ്ങനെ തടവി, അല്ലെങ്കിൽ കുറച്ച് ഭാഗം തടവി, വുളു ശരിയാവോ? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞ അയാളെ വുളു ശരിയാവുകയില്ല. സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഇബാത്തുകളുടെ വിഷയത്തിൽ എന്തില്ല? വ്യത്യാസമില്ല. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവുകൾ പറഞ്ഞതൊഴികെ. അപ്പോൾ സ്ത്രീകളും തല തടവേണ്ടത് എങ്ങനെയാണ്? പുരുഷന്മാർ തല തടവണ പോലെ തന്നെയാണ്. നമ്മൾ തടവണ പോലെ തന്നെയാണ് സ്ത്രീകളും അവരുടെ പിരടി വരെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ തന്നെയാണ്. അല്ലാഹു അഅലം. ചെവി അടവുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ എന്ത് ചെയ്യണം? ഈ ചൂണ്ടുവരൽ രണ്ടും ഈ ചെവി കുറ്റിയിലും പിന്നെ നമ്മുടെ ഈ ചൂണ്ടുവരൽ രണ്ടും എന്ത് ചെയ്യുക? നമ്മളെ ഈ ചെവി കുറ്റിയിൽ ഇവിടെ വെച്ചിട്ട് തള്ളവരൽ കൊണ്ട് ചെവിയുടെ പുറംഭാഗം തടവുക. എന്നിട്ട് ചൂണ്ടുവരലുണ്ടല്ലോ അതുകൊണ്ട് ചെവിയുടെ ഉൾഭാഗം തടവുക. ഉൾഭാഗം എന്ന് പറയുമ്പോൾ ആ ഓട്ടയിൽ അല്ല, അതിൻ്റെ മുകളിൽ ചാരില്ലേ, അത് ചെവിയുടെ ഉൾഭാഗം എന്ത് ചെയ്യുക? തടവുക. അപ്പം ആദ്യം നമ്മൾ ചൂണ്ടുവരൽ കൊണ്ട് തള്ളവരൽ കൊണ്ട് ചെവിയുടെ പുറംഭാഗം തടവുക. എന്നിട്ട് ചൂണ്ടുവരൽ കൊണ്ട് ചെവിയുടെ ഉൾഭാഗം തടവുക. ഒരു തവണ. അപ്പം നമ്മൾക്ക് തല തടവിയ വെള്ളം കൊണ്ട് ചെവി തടവാൻ പറ്റുമോ? വെള്ളം പുതിയ എടുക്കണ്ടേ? എടുത്താലും കുഴപ്പമില്ല, എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. രണ്ടും എന്താണ്? നമുക്ക് ചെയ്യാവുന്നതാണ്. രണ്ടിനും പ്രശ്നമില്ല. അല്ലാഹു അഅലം. ഇനി നമുക്ക് പ്രധാനപ്പെട്ടൊരു മസ്അലയാണ് നവാക്കിലുകൾ. നവാക്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? മുറിയ. അപ്പോൾ വുളു ബാത്തിലായി പോകുന്ന, വുളു മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? അതിലൊന്നാമത്തത് അൽ ഖാരിജു മിനസ്സബീലൈൻ, മുൻപിൻ ദ്വാരങ്ങളിലൂടെ എന്തെങ്കിലും പുറത്തേക്ക് പോകുക. അപ്പോൾ മുൻപിൻ ദ്വാരങ്ങളിലൂടെ എന്ത് പുറത്തേക്ക് പോയാലും വുളു ബാത്തിലാവും. എന്തൊക്കെ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്? പ്രധാനമായിട്ടും എന്താ പോവുക? മലവും മൂത്രവും പോവും. ഇത് രണ്ടും പുറത്തേക്ക് പോയാൽ വുളു ബാത്തിലാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഔ ജാ അഹദും മിൻകും മിനൽ ഗായിത്തി. വുളു എടുക്കേണ്ട സന്ദർഭങ്ങൾ പറഞ്ഞപ്പോൾ ബാത്റൂമിൽ നിന്ന് ആരെങ്കിലും പുറത്തേക്ക് വന്നാൽ, അഥവാ മലമൂത്ര വിസർജനം കഴിഞ്ഞ് വന്നാൽ എന്നർത്ഥം, അപ്പോൾ അവൻ്റെ വുളു നഷ്ടപ്പെടും. പിന്നെ എന്തൊക്കെ പുറത്തേക്ക് പോകാം? കീഴ്വായു പുറത്തേക്ക് പോകാം. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത അഹദിക്കും ഇദാ അഹദസ ഹത്താ യതവല്ലഅ. ഹദസ് സംഭവിച്ചാൽ വുളു എടുക്കുന്നത് വരെ അള്ളാഹു നിങ്ങളെ നിസ്കാരം സ്വീകരിക്കില്ല. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഹളറുമൗത്തിൽ നിന്ന് വന്നൊരു ശിഷ്യൻ ചോദിക്കുകയാണ്, അപ്പോൾ പിന്നെ ഈ ഹദസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ലുറാത്തുൻ ഔഫുസാഉൻ, കീഴ്വായു ആണ് ഉദ്ദേശം. അപ്പോൾ കീഴ്വായു പോയാൽ എന്ത് ചെയ്യാൻ പാടില്ല? അവൻ്റെ വുളു പുതുക്കണം. അതിൽ ആ വുളുവോട് കൂടി നിസ്കരിക്കാൻ പാടില്ല. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹിയുടെ ഒരാൾ വന്ന് സംശയം ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലെ, നിസ്കാരത്തിൽ ഒരാൾക്ക് സംശയം, കീഴ്വായു പോയോ ഇല്ലേ, പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ച് വന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ഗ്യാസ് കയറിയ സമയത്തൊക്കെ ആണെങ്കിൽ ഗുളുഗുളു ശബ്ദം വരും. അപ്പോൾ നമ്മൾ നിസ്കാരത്തിൽ നിന്ന് പോകണോ, എന്താ ചെയ്യേണ്ടതെന്നാണ്.
അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ലാ യൻസരിഫ് ഹത്താ യജിദ റീഹൻ ഹത്താ യസ്മഅ സൗതൻ ഔ യജിദ റീഹ. നിസ്കാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകരുത്, ഒന്നെങ്കിൽ ശബ്ദം കേൾക്കുന്നത് വരെ അല്ലെങ്കിൽ ഗന്ധം അനുഭവപ്പെടുന്നത് വരെ. അപ്പോൾ ഒരാൾക്ക് പോയി എന്ന് ഉറപ്പാണ് പോയിക്കണോ, പക്ഷേ ശബ്ദമൊന്നുമില്ല, മണമൊന്നുമില്ല. അയാൾ നിസ്കാരത്തിന് പുറത്തേക്ക് പോകണം. ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും വന്നിട്ടില്ല അറിഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല, വേഗം പോകണം. സംശയത്തിൻ്റെ പേരിലാണെങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അയാൾ സംശയത്തിൻ്റെ പേരിൽ എന്നാലും ഒന്നുകൂടി നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് അയാൾ വുളു പോയി പുതുക്കിയാലോ കുഴപ്പമില്ല. സുലൈമാൻ റുഹൈലി അഫ്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ഹറാമാണത്, ചെയ്യാൻ പാടില്ല. സംശയത്തിൻ്റെ പേരിൽ ഇബാദത്ത് മുറിക്കാൻ പാടില്ല, കാരണം അത് വസ്വാസിലേക്ക് വഴി തെളിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ യൻസരിഫ് ഹത്താ യസ്മഅ സൗതൻ ഔ യജിദ റീഹൻ. ശബ്ദം കേൾക്കുന്നതുവരെ, മണം ഉണ്ടാകുന്നതുവരെ പിന്തിരിഞ്ഞു പോകരുത്. അപ്പോൾ കീഴ്വായു. പിന്നെ എന്താ പുറത്തേക്ക് വരാം? മദീയ് പുറത്തേക്ക് വരാം. എന്താ മദീയ് പറഞ്ഞാൽ? നമുക്ക് വികാരമൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ സംസാരം കൊണ്ട് അല്ലെങ്കിൽ വികാരത്തിൻ്റെ ഒരു നോട്ടം കൊണ്ട് ഭാര്യൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഒരു ചുംബനം കൊണ്ടൊക്കെ പിന്നെ മുൻദ്വാരത്തിലൂടെ പുറത്തേക്ക് വരുന്ന ഒരു ദ്രാവകം, പ്രത്യേകിച്ച് കട്ടിയോ ഒന്നുമില്ലാത്തൊരു വെള്ളം പോലെ തന്നെ ഒരു ദ്രാവകം, ഇതാണ് മദീയ് എന്ന് പറഞ്ഞാൽ. മദീയ് പുറത്തേക്ക് വന്നാൽ വുദു മുറിയും. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് കുന്തു റജുലൻ മദ്ദാഅൻ, ഞാൻ ധാരാളമായിട്ട് മദീയ് ഉണ്ടാകുന്ന ആളാണ്. കുന്തു അസ്തഹിയ നസ്അല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലി മക്കാനി ബിനത്തിഹി. പക്ഷെ എനിക്കത് റസൂലിനോട് ചോദിക്കാൻ മടിയാണ്. കാരണം എന്താ മടി? കാരണം എന്താ? അമ്മോസാക്കയാണ്, മരുവനാണ് അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മടിയാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്തു? മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹുവിനെ അതിനെ ഏൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പോയി ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫീഹിൽ വുളു, അതിൽ വുളു ആവശ്യമാകുന്നു. അപ്പോൾ മദീയ് പുറപ്പെട്ടാൽ അത് ചെറിയ നജസാണ്, അത് കഴുകി വൃത്തിയാക്കുക, വുളു എടുക്കുക. ഇല്ലല്ല, കുളി നിർബന്ധമല്ല. മദീയ് ചെറിയ നജസാണ്, അത് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? റസൂൽ പറഞ്ഞത് യഗ്സിലു ദക്കറഹു, മറ്റൊരു റിപ്പോർട്ടിൽ ദക്കർ മുൻദ്വാരം കഴുകി വൃത്തിയാക്കുക, പിന്നെ എന്ത് ചെയ്യുക? അവൻ വുളു എടുക്കുകയും ചെയ്യാന്നാണ്. അപ്പോൾ കുളി നിർബന്ധമല്ല. പിന്നെ മനീയ് പുറപ്പെടാം. മനീയ് പറഞ്ഞാൽ നമ്മളെ വികാരത്തിൻ്റെ അവസാനത്തിൽ പുറത്തേക്ക് തെറിക്കുന്ന ശുക്ലം അല്ലേ, ഇന്ദ്രിയം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാ ഇൻ ദാഫിഖ്, തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളി, അത് പുറത്തേക്ക് വന്നാലോ? അത് പുറത്തേക്ക് വന്നാൽ വുളു മാത്രമല്ല, കുളി തന്നെ നിർബന്ധമാവും. മനീയ് ത്വാഹിറാണോ അതോ നജസാണോ? അത് വസ്ത്രത്തിലുണ്ടെങ്കിൽ ത്വാഹിറാണോ? നജസല്ല, നജസാണ്. ഇഖ്തലഫൽ ഉലമാ, പണ്ഡിതന്മാർക്ക് വ്യത്യാസമായല്ലോ. ആണെങ്കിൽ മനീയ് ത്വാഹിറാണ് ഏതവസ്ഥയിൽ? കാരണം മനീയ് നജസ എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് നജസിൽ നിന്നാന്ന് പറയേണ്ടി വരും. കാരണം നമ്മളെ സൃഷ്ടിപ്പ് എവിടുന്നാ? മനീയിൽ നിന്നാണ്. അപ്പോൾ മനീയ് ത്വാഹിറാണെന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അല്ലാഹു അഅലം. ശരി, പിന്നെ മനീയ് വന്നാൽ വുളു പോവും. പിന്നെ വദീയ് എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് എന്ത് ചെയ്യും? അതിൻ്റെ അവസാനത്തിൽ വരുന്ന ഒരു ദ്രാവകം, അത് വന്നാലും മൂത്രത്തിൻ്റെ അതേ ഹുക്കുമാണ്, എന്ത് ചെയ്യും? വുളു ബാത്തിലാവും. പിന്നെ രക്തം പുറത്തേക്ക് വരാം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചില ആൾക്കാർക്ക് എന്ത് ചെയ്യും? മുൻപിൻദ്വാരങ്ങളിലൂടെ രക്തം പുറത്തേക്ക് വരാം. രക്തം വന്നാലും അവൻ്റെ വുളു ബാത്തിലായി പോകുന്നതാണ്. ഇതൊക്കെയാണ് മുൻപിൻദ്വാരങ്ങളിലൂടെ എന്തില്ല. മുൻപിൻദ്വാരങ്ങളിലൂടെ എന്ത് പുറത്തേക്ക് വന്നാലും അവൻ്റെ വുളു ബാത്തിലാകും. രണ്ടാമത്തത് അൽ ഖാരിജുൽ ഫവാഹിഷ് മിൻ ഗൈരി സബീലൈൻ, മുൻപിൻദ്വാരങ്ങളിലല്ലാത്ത സ്ഥലങ്ങളിലൂടെ ഫവാഹിഷായ, അവിടെ ഉദ്ദേശിച്ച മ്ലേച്ഛമായ നജസായ എന്തെങ്കിലും പുറത്തേക്ക് വന്നാൽ വുളു മുറിയോ? മൂക്ക്, ചെവി, വായ, ഇത് കൂടൊക്കെ, ഇതാണ് മുൻപിൻദ്വാരമല്ലാത്ത വഴികൾ. ഇതിലൂടെ പുറത്തേക്ക് എന്തെങ്കിലും വന്നാൽ മുറിയുമോ? അപ്പോൾ ഇത് കൂടെ എന്തൊക്കെ പുറത്തേക്ക് വരാം? ചിലപ്പോൾ ബൗലും കായത്തും മലവും മൂത്രവും വരാം. മലവും മൂത്രവും വന്നാൽ അത് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അങ്ങനത്തെ അവസ്ഥ. അത് വന്നാൽ എന്തായാലും മലവും മൂത്രം ഏത് കൂടെ വന്നാലും വുളു ബാത്തിലാവും. കഫം വരാൻ സാധ്യതയുണ്ട്. കഫം വന്നു കഴിഞ്ഞാൽ വുളു ബാത്തിലാവോ? ഇല്ല. കഫം വന്നു കഴിഞ്ഞാൽ ബാത്തിലാവും. പിന്നെ വരാൻ സാധ്യത, ബാത്തിലാവില്ല കഫം. പിന്നെ വരാൻ സാധ്യതയിൽ ഛർദി, മൂന്നാമത്തെ ഛർദിയാണ്. ഒരാൾ ഛർദിച്ച് കഴിഞ്ഞാൽ വുളു ബാത്തിലാവോ? ഹദീസിൽ കാണാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാഅ ഫതവല്ലഅ, റസൂൽ ഛർദിച്ചു എന്നിട്ട് വുളു എടുത്തു. അപ്പോൾ ഇന്നെന്താ മനസ്സിലാവണം? വുളു ബാത്തിലാവുന്നതാണ്. എന്നാൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു വുളു ബാത്തിലാവില്ല. അല്ലാഹു അലം, അതാണ് ശരിയായ അഭിപ്രായം. അപ്പോൾ റസൂൽ വുളു എടുത്തത് എന്തിനാണ്? റസൂൽ വുളു എടുത്തു എന്ന് കരുതിയത് കൊണ്ട് വുളു നിർബന്ധമാവില്ല. അത് റസൂലിൻ്റെ ഒരു കേവല പ്രവൃത്തിയാണ്. റസൂൽ കൽപ്പിച്ചിട്ടില്ല വുളു എടുക്കാൻ.
റസൂൽ നിർബന്ധമായിട്ട് നമുക്ക് കൽപ്പിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ അതിൽ പറയാം? ഒരാൾ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ നല്ലതെന്താണ്, ഉത്തമം എന്താണ്? വുളു എടുക്കലാണ്, അതാണ് നല്ലത്. എന്നാൽ ഒരാൾ വുളു എടുത്തിട്ടില്ല എങ്കിലും അവൻ്റെ വുളു ബാത്തിലല്ല, അവൻ്റെ നിസ്കാരം സ്വഹിയാണ് ആ വുളു കൊണ്ട് നിസ്കരിച്ചാൽ. ക്ലിയർ ആണല്ലോ? അല്ലാഹു അലം. പിന്നെ എന്തൊക്കെ പുറത്തേക്ക് വരാം? ഇപ്പോൾ മുറിയായതൊക്കെ ആണെങ്കിൽ ചിലൊക്കെ പുറത്തേക്ക് വരാം അല്ലേ? ചില അത് വന്നാലോ? അതിൽ പണ്ഡിതന്മാർ പറഞ്ഞത്, ഇപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, മുറിയുടെ തുടക്കത്തിൽ ഒരു ചെറിയ ദ്രാവകം ഇങ്ങനെ വരും, വെള്ളം പോലെ. പിന്നെ അങ്ങനെ കൂടിയിട്ടൊരു മഞ്ഞൊക്കെ കലർന്നിട്ട് ചലം പോലെ ആയിട്ട് എന്ത് ചെയ്യും, അത് മാറും, പിന്നെ ചോരായിട്ട് മാറും. ഈ ദ്രാവകവും ചലവും വന്നാലും അത് കുറച്ചാണെങ്കിൽ പ്രശ്നമില്ല. കുറച്ചാ വന്നു വെച്ചാൽ അതെന്തല്ല, അത് പ്രശ്നമല്ല. എന്നാൽ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലോ അവൻ്റെ വുളു ബാത്തിലാവുന്നുള്ളതാണ്. ഇതേപോലെ തന്നെ രക്തത്തിൻ്റെ വിഷയം. രക്തം പുറത്തേക്ക് വന്നാൽ കുറച്ചാണെങ്കിൽ പ്രശ്നമല്ല, കുറേ ആണെങ്കിലോ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ്, അപ്പോഴാണ് ഇപ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്നത്, കൊതുകൊക്കെ വന്നിരിക്കും. നമ്മളെന്ത് ചെയ്യും? അടി കൊടുക്കും. നോക്കുമ്പോൾ അവിടെ കുറച്ച് ചോര ഉണ്ടാവും. കുറച്ചാണെങ്കിൽ, രക്തം കുറച്ചാണെങ്കിൽ അത് പ്രശ്നമല്ല. യോഫാൻ യസീരിഹി, കുറച്ചാണെങ്കിൽ അത് പ്രശ്നമല്ല. ചിലപ്പോൾ ഉണ്ടാവും നിസ്കരിക്കാക്കുമ്പോൾ മുഖത്ത് കുരുവൊക്കെ ഉണ്ടാവും, അറിയാതെ ചൊറിഞ്ഞപ്പോൾ കുരു പൊട്ടും, കുറച്ച് രക്തം വരും, കുറച്ചുകൊണ്ട് നിൽക്കും, അതുകൊണ്ട് പ്രശ്നമല്ല. ചില സ്വഹാബത്ത് അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത പ്രകാരം മുഖത്തെ കുരു പൊട്ടിയിട്ട് ചോര വന്നിരുന്നു, പക്ഷേ അവർ നിസ്കാരം മുറിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വന്നാൽ കുഴപ്പമില്ല. എന്നാൽ ഒരാളെ മുറി ഇങ്ങനെ പൊട്ടിയിട്ട് അല്ലെങ്കിൽ വായന്ന് എന്ത് ചോര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതാണെങ്കിൽ അവൻ്റെ വുളു ആ ബാത്തിലെ അവൻ എന്ത് ചെയ്യണം? പോയിട്ട് വുളു എടുക്കണം. അപ്പോൾ ഒരു സംഭവം ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു, നമ്മൾ ആമുഖത്തിലും പറഞ്ഞിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് ചോര ഇങ്ങനെ വന്നുകൊണ്ടിരുന്നിട്ടും അദ്ദേഹം നമസ്കരിച്ചു, വുളു എടുത്തിട്ടില്ല. അപ്പോൾ അതെന്താ? അത് നിർബന്ധഘട്ടാണ്, അദ്ദേഹത്തിന് വേറെ രക്ഷയില്ല. ആ സമയത്ത് പോയി വുളു എടുത്ത് തരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ അത്യാവശ്യ ഘട്ടം, ലറൂറിയത്തിൻ്റെ നിർബന്ധിത അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യാം? അത് പ്രശ്നമല്ല. അല്ലാതെ സാധാരണ ഒരു കേസിൽ ഒരുപാട് രക്തം വരികയാണെങ്കിൽ അത് വുളുവിനെ ബാത്തിലാക്കി കളയും. എന്ത് ചെയ്യണം? അവന് വുളു മടക്കണം. മൂന്നാമത്തെ സവാലുൽ അഖ്ലി ബിഗൈരി നൗമിൻ യസീരിൻ ജാലിസൻ ഔ ഖായിമ. സവാലുൽ അഖ്ലി, ബുദ്ധി മറയുക, ബിഗൈരി നൗമിൻ യസീരിൻ, ചെറിയ ഉറക്കം കൊണ്ടല്ലാതെ, ജാലിസൻ ഔ ഖായിമ, നിന്നുകൊണ്ടാകട്ടെ ഇരുന്നുകൊണ്ടാകട്ടെ, എങ്ങനെ ആയാലും കുഴപ്പമില്ല. അതിൽ ഉറക്കം എന്നാണ് അതിൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ സ്വബോധം നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉറങ്ങിയാൽ, ഇരുന്നുകൊണ്ടാണെങ്കിലും നിന്നുകൊണ്ടാണെങ്കിലും എങ്ങനെ ഉറങ്ങിയാലും അവൻ്റെ വുളു ബാത്തിലാകും. അപ്പോൾ സ്വബോധം നഷ്ടപ്പെടാതെ ഉറങ്ങിയാലോ ബാത്തിലാവില്ല എന്നാണ് ഇന്ന് മനസ്സിലാവുന്നത്. ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് പറയാണ്, കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുന ഇദാ കുന്നാ സഫറൻ, ഞങ്ങൾ യാത്രയിലായിരിക്കുമ്പോൾ റസൂൽ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു, അല്ലാ നൻസിഅ ഖിഫാഫന തലാസത അയ്യാമിൻ വലയാലിഹിന്ന, 3 ദിവസത്തിൽ 3 രാത്രിയും പകലിലുമായിട്ട് ഞങ്ങളുടെ ഹുഫകൾ ഞങ്ങൾ ഊരണ്ട. ഇപ്പോൾ ഒരു ഹുഫമ തടവണ മസലയാണ്, ഇൻഷാ അല്ലാഹ് നമ്മളത് പറയും. അപ്പോൾ ഹുഫ ഊരേണ്ട ആവശ്യമില്ല. ഇല്ലാ മിൻ ജനാബത്തിൻ, ജനാബത്ത് ഉണ്ടായാൽ ഊരണം, ഊരിയിട്ട് എന്ത് ചെയ്യണം? പോയിട്ട് കുളിക്കണം. വലാക്കിൻ മിൻ ബൗലിൻ വഗായിത്തിൻ വനൗമിൻ, എന്നാൽ മലം മൂത്രം അത് പുറത്തേക്ക് വന്നാൽ, അതുപോലെ ഉറക്കം, ഇത് സംഭവിച്ചാൽ ഹുഫ അഴിക്കേണ്ടതില്ല, അതിൻ്റെ മുകളിൽ കൂടെ നിങ്ങൾ തടവിയാൽ മതിയെന്ന്. അപ്പോൾ ഇത് സംഭവിച്ചാൽ വുളു നഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ പിന്നെ വുളു എടുക്കുമ്പോൾ ഹുഫ അഴിക്കേണ്ട, തടവിയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 3 സാധനങ്ങൾ എന്താ? ചെറിയ അശുദ്ധി ഉണ്ടാക്കുന്നതാണ്. അതിലൊന്ന് റസൂൽ പറഞ്ഞത് ഉറക്കമാണ്. അപ്പോൾ ഉറക്കം ചെറിയ അശുദ്ധിയാണ് ഈ ഹദീസിന് മനസ്സിലാവും. അപ്പോൾ ഉറങ്ങിയാൽ വുളു നഷ്ടപ്പെടുമെന്ന് ഈ ഹദീസിന് മനസ്സിലാവും. എന്നാൽ മറ്റൊരു ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യന്തളിറൂനൽ ഇശാ, സ്വഹാബത്ത് ഇശാഇനെ കാത്തിരിക്കും. അപ്പോൾ റസൂൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഇശാ വൈകിക്കും. ഇശായിൻ്റെ അഫ്ളലായ സമയം രാത്രിയുടെ പകുതിയാണ്, രാത്രിയുടെ പകുതിയിലാണ് എന്ത്? നിസ്ഫുൽ ലൈലാണ് ഇശായിൻ്റെ ഉത്തമമായ സമയം. അപ്പോൾ റസൂൽ ചിലപ്പോൾ ആ സമയത്തേക്ക് ഇശായിനെ വൈകിപ്പിക്കും. അപ്പോൾ സ്വഹാബത്ത് പള്ളിയിലെത്തി ഇങ്ങനെ കാത്തിരിക്കും. എന്നിട്ട് അനസ് റളിയല്ലാഹു പറയാണ്, ഹത്താ തഖ്ഫിഖ റൂസുഹും, ഓലെ തല ഇങ്ങനെ പോയിട്ട് നമ്മളിങ്ങനെ തൂങ്ങിയിറങ്ങൂലേ, അവരെ തലക്ക് എന്ത് ഇങ്ങനെ പിന്നെ ഇവിടെ നെഞ്ചിൽ പോയി തട്ടുമാറിങ്ങനെ അവർ തൂങ്ങുമായിരുന്നു. പിന്നെ റസൂൽ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? യുസല്ലൂൻ, അവർ നമസ്കരിക്കും. വലായത്ത് വല്ലഊൻ, അവർ ഉളു എടുക്കുമായിരുന്നില്ല. അപ്പോൾ ഈ ഹദീസിന് അവർ ഉറങ്ങിയിട്ടും ഉളു എടുക്കാതെ നിസ്കരിച്ചു എന്ന് മനസ്സിലാക്കാം. അതുപോലെ മറ്റൊരു ഹദീസിൽ ഇതുപോലെ കാണാം, റസൂൽ ഇഖാമത്ത് കൊടുത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരാൾ വന്ന് റസൂലിനോട് പറഞ്ഞു, റസൂലേക്ക് ഒരു കാര്യം സംസാരിക്കാണ്ട്. റസൂലും ഒക്കെ ആയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാളും വർത്തമാനം പറയാണ്. അതങ്ങനെ നീണ്ടു പോയി.
സ്വഹാബത്തൊക്കെ കാത്തിന്ന് ഉറങ്ങാൻ തുടങ്ങി. പിന്നെ റസൂൽ കുറേ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഒളു എടുക്കാതെ പോലെ എന്ത് ചെയ്തു, നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവണം എന്താ, ചെറിയ ഉറക്കമാണെങ്കിൽ, സ്വബോധം നഷ്ടപ്പെടാത്ത ചെറിയ ഉറക്കമാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയുമ്പോൾ നമ്മൾ ബസ്സിലൊക്കെ ഉറങ്ങണ ഒരു ഉറക്കം, അതെങ്ങനെയാകരം നമ്മളിങ്ങനെ തൂങ്ങുണ്ടാവും, പക്ഷേ കണ്ടക്ടർ ടിക്കറ്റ് ചോദിക്കണതും സ്ഥലത്തിനൊക്കെ നമ്മളിങ്ങനെ അറിയുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു ചെറിയ ഉറക്കം, ഈ ഉറക്കം വുളൂഇനെ നഷ്ടപ്പെടുത്തുകയില്ല. എന്നാൽ അത് നമ്മൾ പറയാം ഇൻഷാ അല്ലാഹ്, അത് പറയാം. പിന്നെ രണ്ടാമത്തത്, ഒരാളെന്ത് ചെയ്യും, സ്വബോധം നഷ്ടപ്പെടുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, ഗാഢമായിട്ട് ഉറങ്ങാം. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവൻ്റെ വുളു ബാത്തിലാവുകയും ചെയ്യും. എന്നാൽ ചില പണ്ഡിതന്മാർ, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറഞ്ഞത്, അന്നന്നൗമ ഹദസുൻ യൻഖുദുൽ വുളു ഖലീലുഹു ഔ കസീറുഹു, ഉറക്കം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഹദസാണ്, അശുദ്ധിയാണ്. കുറച്ചാണെങ്കിലും കുറേ ആണെങ്കിലും വുളുവിനെ അത് ബാത്തിലാക്കും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉള്ളത് കൊണ്ട് ചെറിയ മയക്കം സംഭവിച്ചാലും വുളു പുതുക്കലാണ് നല്ലത്, വുളു പുതുക്കലാണ് നല്ലത്. എന്നാൽ പ്രബലമായ ശരിയായ അഭിപ്രായപ്രകാരം എന്താ, ചെറിയ ഉറക്കമാണെങ്കിൽ വുളു ബാത്തിലാവില്ല, വലിയ ഉറക്കമാണെങ്കിൽ വുളു ബാത്തിലാവും. അപ്പോൾ നമ്മൾ ജുമായിലൊക്കെ നല്ല എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ചില ആൾക്കാർ എന്ത് ചെയ്യും, വന്നിട്ട് നല്ല ഉറക്കം ഉറങ്ങുന്നിട്ട് ഖുതുബ കഴിഞ്ഞിട്ട് അപ്പുറത്തോ വിളിക്കുമ്പോഴേക്കും നീച്ചിട്ട് നേരെ നിസ്കരിക്കും, ജുമാ ബാത്തിലാവും. കാരണം അവൻ്റെ വുളു നഷ്ടപ്പെട്ടുക്കണു. പോയിട്ട് എന്ത് ചെയ്യണം, വുളു എടുത്ത് വന്നിട്ട് നിസ്കരിക്കണം. അവിടെ നമ്മൾ പ്രത്യേകം കൊടുത്ത ജാലിസനവ് കായ്മ, അത് പ്രത്യേകം കൊടുത്തതാണ്. ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ എങ്ങനെ ഉറങ്ങിയാലും സ്വഭാവം നഷ്ടപ്പെടുന്ന ഉറക്കാണെങ്കിൽ വുളു ബാത്തിലാവും. അതങ്ങനെ പറയാൻ കാരണം ചില പണ്ഡിതന്മാർ ഫത്വ കൊടുത്തിരുന്നത് ഇരുന്നുറങ്ങിയാൽ വുളു ബാത്തിലാവില്ല എന്നുള്ളതാണ്. മുവത്വ മാലിക് റഹ്മത്തുള്ളാഹിയുടെ ഹദീസിൽ എന്താണ് മുവത്വ, അതിൻ്റെ ഷറഹിൽ ഒരു പണ്ഡിതൻ്റെ ചരിത്രം വായിച്ച് കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഫത്വ കൊടുത്തിരുന്ന ആളാണ്. ഇരുന്നുറങ്ങിയാൽ എന്ത് ചെയ്യില്ല, വുളു മുറിയില്ല. അങ്ങനെ അദ്ദേഹം ഖുതുബക്ക് പോയി, ഖുതുബ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തിരിക്കണോ നല്ല ഉറക്കമാണ് ഇരുന്നിട്ട്, ഓനെന്ത് ചെയ്തു, കീഴ്വായു പുറത്തേക്ക് വിട്ടു. അപ്പോൾ ഉറങ്ങാൻ അറിഞ്ഞിട്ടില്ല, ഇദ്ദേഹം അറിഞ്ഞു. അപ്പോൾ ഖുതുബ കഴിഞ്ഞ് നിസ്കരിക്കാനെടുത്ത് ഇയാൾ പറഞ്ഞു, പിന്നെ എൻ്റെ വുളു പോയിക്കണോ, പോയിട്ട് വുളു എടുത്ത് വായോ പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എൻ്റെ വുളു പോയിട്ടൊന്നും ഇല്ല പറഞ്ഞു. അതിൽ പറഞ്ഞാലല്ല, എൻ്റെ വുളു പോയിക്കണോ, ഞാൻ ശബ്ദം കേട്ടതാണ്, നിങ്ങളെ വുളുവാണ് പോയിക്കണം, നിങ്ങൾ പോയി വുളു എടുത്തോ, എൻ്റെ പോയിട്ടൊന്നും ഇല്ല പറഞ്ഞു. അങ്ങനെ അയാൾ നിസ്കരിച്ചു എന്നാണ്. അതിൽ ഈ പണ്ഡിതന്മാർ അന്ന് മുതൽ ഇരുന്നുറങ്ങിയാലും വുളു ബാത്തിലാകുമെന്നാണ് ഞാൻ ഫത്വ കൊടുക്കാറ് എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ ഇരുന്നുറങ്ങിയാലും നിന്നുറങ്ങിയാലും കടന്നുറങ്ങിയാലും എങ്ങനെ ഉറങ്ങിയാലും നമ്മുടെ സ്വഭാവം നഷ്ടപ്പെടുന്ന രൂപത്തിലാണെങ്കിൽ വുളു എന്തായാലും ബാത്തിലാകും. അല്ല എങ്കിൽ ബാത്തിലാവുകയില്ല എന്നതാണ് ശരിയായ അഭിപ്രായം. എന്നാലും സൂക്ഷ്മതയ്ക്ക് നല്ലത് നമ്മൾ വുളു പുതുക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം സ്വാലിഹ് അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണഗ്രാഹ്യതയോടുകൂടി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.